ഹലോ, അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് മേലാറ്റൂർ. എന്തുകൊണ്ടാണ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ഇന്ന് ഡെന്റിസ്ട്രിയിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഓർത്തോ എന്തുകൊണ്ട് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എവല്യൂഷൻ ഇൻ ഓർത്തഡോണ്ടിക്സ്. എവല്യൂഷൻ എന്തുകൊണ്ടാണ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് കണ്ടെത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അപ്ലയൻസ് ആണ് റിമൂവബിൾ അപ്ലയൻസ്. ഈ റിമൂവബിൾ അപ്ലയൻസ് എന്തുകൊണ്ട് ഫിക്സഡ് ആയി മാറി? നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോളീസ് അപ്ലയൻസ് എന്ന് പറയുന്ന റിമൂവബിൾ അപ്ലയൻസിന്റെ ആക്ടിവേഷൻ അപ്പിക്കൽ 1/3 മിഡിൽ 1/3 ഇടക്കിലുള്ള ഒരു ഏരിയയിലോടാണ് ഇൻസൈസർ ആക്ടിവേഷൻ ചെയ്യുന്നത്. അങ്ങനെ ആക്ടിവേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ടൂത്തിന്റെ യഥാർത്ഥ ഫൾക്രം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫൾക്രം നമ്മൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റിമൂവബിൾ അപ്ലയൻസിന്റെ വയർ കറക്റ്റ് പൊസിഷനിൽ നിർത്തണം. വീണ്ടും സയന്റിസ്റ്റ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അടുത്ത അപ്ലയൻസ് എന്തുകൊണ്ട് ഈ വയർ നമുക്ക് ഇവിടെ ഫിക്സഡ് ആയിട്ട് നിലനിർത്തിക്കൂടാ? ആ ഫിക്സഡ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെക്സ് ഓർത്തഡോണ്ടിക്സ് കണ്ടെത്തിയത്. കാരണം നമുക്ക് ഫൾക്രം കറക്റ്റ് ലൊക്കേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ടിപ്പിക്കൽ മൂവ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. നിങ്ങൾക്കറിയാം, ഒരിക്കലും ബെക്സ് അപ്ലയൻസിൽ ബോഡി മൂവ്മെന്റ് പോസിബിൾ അല്ല, അത് ടിപ്പ് മൂവ്മെന്റ് മാത്രമാണ്. ഈ ടിപ്പ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് ദി ക്രൗൺ, ടോർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് റൂട്ട്, അതാണ് ബേസിക്. അപ്പോ ഈ ബെക്സ് ഓർത്തഡോണ്ടിക്സ് കുറെ നാൾ കഴിയുമ്പോൾ ഈ ബെക്സ് ഓർത്തഡോണ്ടിക്സ് ബ്രാക്കറ്റ് അറ്റാച്ച്മെന്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് വന്നു തുടങ്ങി. ആ പ്രോബ്ലംസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബാസ് വയേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ ബാസോ അതല്ലെങ്കിൽ ഇവിടെ ലിഗേച്ചർ വയർ വെച്ച് കഴിയുമ്പോഴോ എന്ത് സംഭവിക്കുന്നു? അത് പേഷ്യൻസിന് മോർ ഡിഫിക്കൽട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ബാസ് പിൻ നമ്മൾ എന്ത് മാറ്റി? ഡിഫിക്കൽട്ട് ആക്കി മാറ്റുമ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു? ആ ബ്രാക്കറ്റിന്റെ സ്ലോട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ, അതായത് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഇവിടെ ഇതിനകത്ത് മൊഡ്യൂൾസ് പാസ് ചെയ്യാൻ സാധിക്കുന്നു. ഈ മൊഡ്യൂൾസ് പാസ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലാക്കുന്ന അപ്ലയൻസിന്റെ പേരാണ് ടിപ്പ് എഡ്ജ് അപ്ലയൻസ്. ഞാൻ ഈ പറയുന്നത് എവല്യൂഷൻ ആണ്, ഓർത്തഡോണ്ടിക്സ് ട്രീറ്റ്മെന്റിന്റെ എവല്യൂഷൻ ആണ്. ഈ ടിപ്പ് എഡ്ജ് കുറെ നാൾ കഴിയുന്ന സമയത്ത് അതിൽ നമുക്ക് പേഷ്യൻസിന്റെ പെർഫെക്ഷനെ ബാധിക്കും. പെർഫെക്ഷൻ എന്തുകൊണ്ടെന്നാൽ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓർത്തോ cannot be get perfection by tipping movement of the tooth. അത് എല്ലാ ആളുകൾക്കും അറിയുന്ന സംഭവമാണ്. അപ്പൊ ഈ ടിപ്പിംഗ് മൂവ്മെന്റ് റിലാപ്സിന് പോസിബിലിറ്റി ആയതുകൊണ്ട് നമുക്ക് ബോഡി മൂവ്മെന്റ് പോസിബിൾ ആകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈറ്റ് വയർ അപ്ലയൻസ് ബ്രാക്കറ്റ്സ് കണ്ടുപിടിച്ചു. ഈ സ്ട്രൈറ്റ് വയർ ബ്രാക്കറ്റ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പല വേരിയേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, എഡ്ജ് വൈസ് എന്ന് പറഞ്ഞ വേരിയേഷൻ ഉണ്ട്. അത് കുറെ നോംസിന്റെ അകത്തുള്ള, അതായത് കുറെ നോംസിന്റെ അകത്തു നിന്നുള്ള ബ്രാക്കറ്റിന്റെ സെലക്ഷനകത്തുനിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സ്ട്രൈറ്റ് വയറിന്റെ അല്ലെങ്കിൽ അതിന്റെ ബ്രാക്കറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ബ്രാക്കറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എടുത്തത് 200 നോർമൽസ്. എന്താണ് നോർമൽസ്? ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഡെന്റൽ ആർച്ച് നോർമൽ ആണ് എന്ന് നമ്മൾ അസസ്മെന്റ് ചെയ്തിട്ട് അതിന്റെ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തതിന് ശേഷം ആ പ്ലാറ്റ്ഫോമിന്റെ ബേസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സ്ട്രൈറ്റ് വയർ ബ്രാക്കറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഈ സ്ട്രൈറ്റ് വയർ ബ്രാക്കറ്റ്സ് നമ്മൾക്ക് ഈ സ്ലോട്ടിന്റെ, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്ലോട്ടിന്റെ ആംഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് അടിച്ചു? റോത്ത് ബ്രാക്കറ്റ്, MBT ബ്രാക്കറ്റ്സ് എന്നൊക്കെ പറയുന്ന ബ്രാക്കറ്റ്സ് വേരിയേഷൻ ഉണ്ടാക്കി. അപ്പോ റോത്ത് ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലെസ് ആംഗുലേറ്റഡ്, പക്ഷേ അത് റോത്ത് ബ്രാക്കറ്റ്സ് അത് നമുക്ക് മറ്റ് ബ്രാക്കറ്റ്സ് ആവുമ്പോൾ നമുക്ക് ആംഗുലേഷൻസിന്റെ വ്യത്യാസം വരുന്നു. അപ്പോൾ നമ്മൾ റോത്ത് ബ്രാക്കറ്റ്സ് ആണ് ആംഗുലേഷൻസ് കുറവ്. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ട്രൈറ്റ് വയർ ബ്രാക്കറ്റ്സ് നമുക്ക് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിസർച്ച് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നോർമൽ ഇൻഡിവിജ്വൽസിന് മാത്രമേ നമുക്ക് എന്ത് സാധിക്കുന്നുള്ളൂ? നോർമൽസ് എല്ലാവർക്കും ഇത് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ആവശ്യമല്ല മറ്റൊരു വ്യക്തിക്ക്. അവിടെയാണ് നമ്മൾ IP ബ്രാക്കറ്റ്സ് വന്നത്.
ഈ IP ബ്രാക്കറ്റ്സിന്റെ പ്രത്യേകത ഒരു പേഷ്യൻസിന്റെ ഓരോ ടൂത്തിന്റെ പൊസിഷൻസിനനുസരിച്ച് നമ്മൾ ബ്രാക്കറ്റ് മേക്ക് ചെയ്യാൻ കമ്പനിക്ക് കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഓരോ പേഷ്യൻസിനെ വളരെ ഹാപ്പി ട്രീറ്റ്മെന്റ് ആക്കാൻ നമുക്ക് IP ബ്രാക്കറ്റ്സിലൂടെ സാധിച്ചു. ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞത് ഈ ബെക്സ് ബ്രാക്കറ്റ്സും ടിപ്പ് എഡ്ജ് ബ്രാക്കറ്റ്സും ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പ്രോപ്പർട്ടി ഓഫ് ദ ബ്രാക്കറ്റ് ഈസ് 0. പ്രോപ്പർട്ടി 0 ആണ്. പക്ഷേ അത് നമുക്ക് സ്ട്രൈറ്റ് വയറിലൂടെ IP-യിലൂടെ വന്നതോടുകൂടെ അതെന്ത് ചെയ്തു? സ്ട്രൈറ്റ് വയർ IP-യിലൂടെ വന്നതോടുകൂടി ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ടെക്നിക്സ് വയറിൽ നിന്ന് പ്രോപ്പർട്ടി ഏതിലോട്ട് കൊണ്ടുവന്നു? ബ്രാക്കറ്റ്സിലോട്ട് കൊണ്ടുവന്നു. അപ്പോ ബ്രാക്കറ്റ് ഓഫ് സ്ട്രൈറ്റ് വയർ അപ്ലയൻസ് ഈസ് മോർ ദാൻ ബ്രാക്കറ്റ്സ് ഓഫ് ബെക്സ്. ഇവിടെ 0 ആവുമ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടി വീണ്ടും കൂടി, അതിന്റെ പ്രോപ്പർട്ടി ഇൻഡിവിജ്വലൈസ് ചെയ്യുമ്പോൾ അത് IP ബ്രാക്കറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ബെക്സോ ടിപ്പെഡ്ജോ പഴയ കാലം ചെയ്യുമ്പോൾ ഇതെല്ലാം ടെക്നിക്കൽ സെൻസിറ്റീവ് ആണ്. ആ ടെക്നിക്കൽ സെൻസിറ്റീവ് ആണ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് അവിടെ കൂടുതൽ വർക്ക് ചെയ്യാൻ, വയർ ബെൻഡിങ് ചെയ്യാൻ ആവശ്യം വരും. പക്ഷെ അത് സ്ട്രൈറ്റ് വയറിലായി കഴിയുമ്പോൾ ദാറ്റ് ഈസ് പ്രോബ്ലംസ് ഓഫ് ഡിഫിക്കൽട്സ് ഓഫ് ഡെന്റിസ്റ്റ് കമ്പയർ ടു ബെക്സ് ആൻഡ് ടിപ്പെഡ്ജസ് ലോ. ഇവിടെ നമ്മൾ ഊന്നി പറയേണ്ട ഒരു കാര്യം, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഫിഷ്യൻസി, ഈ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിക്സിന്റെ എഫിഷ്യൻസി നമ്മൾ എവാലുവേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, 100% ഒരു സ്പെഷ്യാലിറ്റിയുടെ എഫക്റ്റ് ആർക്കും അണ്ടർ ഗ്രാജുവേറ്റ് പറയുന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സ് എന്ന് പറയുന്ന BDS ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. അത് ഒരു 60 to 70 മാത്രമേ സാധിക്കുള്ളൂ. അത് ഓർത്തഡോണ്ടിക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഓർത്തഡോണ്ടിക്സിനെ 30 to 40% നമ്മൾ ഡെലിവറി ചെയ്തേ മതിയാവണം. അപ്പൊ എല്ലാ കേസുകളും എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ സർജറി, നമ്മൾക്ക് നോർമൽ എക്സ്ട്രാക്ഷൻസ് നമ്മൾ ഡെന്റൽ സർജൻ ചെയ്യുന്നു. കോംപ്ലിക്കേറ്റഡ് കേസസ് നമ്മൾ സർജന് റെഫർ ചെയ്യുന്നു. എൻഡോഡോണ്ടിക്സ് നോർമൽ കേസസ് നമ്മൾ ചെയ്യുന്നു. കോംപ്ലിക്കേറ്റഡ് നമ്മൾ സ്പെഷ്യാലിറ്റിക്ക് നമ്മൾ റെഫർ ചെയ്യുന്നത് പോലെ തന്നെ ഓർത്തോടെ മെയിൻ ഈസി കേസുകളെല്ലാം ഒരു ഡെന്റിസ്റ്റിന് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 വ്യക്തിനെ ഒരു കാരണവശാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വൺ ഈസ് സർജൻ. എന്താണ് ഇവരുടെ പ്രത്യേകത? സ്കെലിറ്റൽ കേസസുകൾ ഒരിക്കലും നമുക്ക് സർജന്റെ അസിസ്റ്റ് ഇല്ലാതെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തതാണ് ഇംപ്ലാന്റോളജിസ്റ്റ്. ഈ ഇംപ്ലാന്റോളജിസ്റ്റ് ഓർത്തോ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ നമുക്ക് എപ്പോഴും നിർബന്ധമായിരിക്കുന്ന ഒരാളാണ്. ഓർത്തോ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇംപ്ലാന്റോളജിസ്റ്റ് വേണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആങ്കറേജ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് എ സ്കെലിറ്റൽ ആങ്കറേജ് നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ രണ്ടുപേരുടെയും ആവശ്യം നമുക്ക് വരും. നോർമൽ സിമ്പിൾ കേസസ് മാത്രമേ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓർത്തഡോണ്ടിസ്റ്റിന്റെ ഫുൾ സ്പെഷ്യാലിറ്റി ഇല്ലാതെ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന കേസുകൾ നമുക്ക് ചെയ്തെടുക്കാം. അതുവഴി നമുക്ക് ക്ലിനിക്കൽ ഇൻകം കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ളതും ക്ലിനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രോഗ്രാംസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. വെബ്സൈറ്റ് www.aliarimbrasdentalclinic.com www.aliarimbrasdentalclinic.com ഇതിനകത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഇത് സംബന്ധമായ കൂടുതൽ വീഡിയോസ് എല്ലാം എൻ്റെ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാംസിലെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് സന്ദർശിക്കുക. നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടിയെടുക്കുക. യെസ്, താങ്ക് യു ആൾ. താങ്ക് യു ഫ്രണ്ട്സ്. ഐ എം ഡോക്ടർ അലി, അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു.